ഇപ്പോൾ ലൈവില് അനീഷ് നമ്മുടെ നെവിൻ്റെ അടുത്ത് പോയി സ്വിച്ചിന്റെ മലയാളം എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ച ആ ഒരു അഭിപ്രായം ഇപ്പോൾ അതേ അടുക്കളയിലേക്ക് കൂടെ വന്നു. നെവിൻ വന്ന് അടുക്കളയിൽ പറഞ്ഞു. ഷാനവാസ്, ലക്ഷ്മി, അക്ബർ, ആര്യൻ എല്ലാവരും അതെടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ്. പക്ഷെ ഇവർക്ക് ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ അന്നു മുതൽ അനീഷ് നടക്കുന്ന ആ ഒരു നടത്തമുണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ, അനീഷ് അതേ നടപ്പ് നടക്കുകയാണ്. അതായത് നമുക്കറിയാം അനീഷിന്റെ ഗ്രാഫിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അനീഷിന്റെ ഒരു സ്റ്റഡി ക്യാരക്ടറാണ്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ടാണ് അനീഷ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 പിടിച്ചു നിൽക്കുന്നത്. അതായത് ഷാനവാസിന്റെ അടുത്ത് ഈ നെവിൻ വന്ന് ഇത് പറയുമ്പോൾ തന്നെ ഈ സ്വിച്ചിന്റെ മലയാളം അവിടെ നെവിൻ പറഞ്ഞതിനെ ചോദ്യം ചെയ്തു എന്ന് അനീഷിനെ കുറിച്ച് നെവിൻ വന്ന് അവിടെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഷാനവാസ് പെട്ടെന്ന് പറയുന്നത്, ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ ആരും കേൾക്കില്ലല്ലോ, എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു വളച്ചൊടിച്ച് ഞാൻ പറയുന്ന പല കാര്യങ്ങളും അവിടെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് തിരിച്ച് അനീഷിന്റെ നേരെ തിരിയുകയാണ്. അപ്പോഴത്തേക്കും കുറേ സംസാരം അവിടെ നടക്കുന്നുണ്ട്. ഈവൻ അക്ബർ പോലും അതിനകത്ത് ഇടപെടുന്ന അവസ്ഥയിലേക്ക് ആ സംസാരം നടക്കുന്നുണ്ട്. അപ്പം അനീഷിനോട് നല്ല ദേഷ്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ആര്യനാണ്. ആര്യൻ്റെ അടുത്ത് പലപ്പോഴും അനീഷ് ഈ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോയി സഹായിക്കാനും ഒക്കെ പോയി നിന്നു കൊടുക്കും. അതായത് സഹായം നേടാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കും. ആര്യൻ അന്നേരത്തെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു രീതിക്ക് ആര്യൻ അങ്ങനെ പ്രത്യേകിച്ച് ഉള്ളിലൊരു കള്ളത്തരം വെച്ചിട്ട് പുറമെ ഒരു പെരുമാറ്റം അങ്ങനെയൊന്നുമില്ല. പെരുമാറുമ്പോൾ ആള് നല്ല വ്യക്തമായിട്ട് വൃത്തിക്ക് തന്നെ നന്നായിട്ട് മുഖത്ത് നോക്കി പറയാനുള്ളത് പറയുകയും ചെയ്യും, പെരുമാറുകയും ചെയ്യും, സ്നേഹമുള്ളടത്ത് സ്നേഹം കാണിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കള്ളത്തരം മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു ക്യാരക്ടറായിട്ട് ആര്യനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പൊ ആര്യൻ ഇതനുസരിച്ച് പെരുമാറും. പക്ഷെ അനീഷ് പിന്നെ അതൊരു ഇരട്ടത്താപ്പ് കാണിക്കും, ചതിക്കാറുണ്ട് അനീഷ്.